ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പുളിയില, നല്ല തളിരില വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ ഞാനിതാ കുറച്ച് പുളിയില എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഈ ഇലയുടെ തണ്ടെല്ലാം ഒന്ന് മാറ്റി നമുക്ക് ഇല മാത്രമായിട്ടൊന്ന് വേർതിരിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ വേർതിരിച്ചെടുത്തതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ കൂടെ തന്നെ കാന്താരി കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 തണ്ട് കറിലീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പെല്ലാം അതുപോലെ ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നിങ്ങൾ തയ്യാറാക്കിയാൽ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ തയ്യാറാക്കി കഴിക്കുക. അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ള ഒരു നല്ല സമ്മന്തിയായിട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 10-12 ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ പച്ചച്ചൂട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒരു ടീസ്പൂണൊക്കെ മതിയാവും. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. ഇത് കഴിച്ച് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് നമ്മൾ വാഴയിലയില ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ആ വാഴയില തന്നെ അതിൽ തന്നെ നമ്മൾ ചോറൊക്കെ ഇട്ട് കഴിച്ചാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചൂടയും അരപ്പും എല്ലാം നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഒരു വാഴയില കഴുകി വൃത്തിയാക്കി എടുത്തതിലേക്ക് നമുക്ക് ഇതുപോലെ ആ ചൂട നമ്മൾ അരപ്പോട് കൂടി ഇതുപോലെ ഒന്ന് പരത്തി, ഒരുപാട് കട്ടിക്കായിട്ട് പരത്തരുത്, നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക. കാരണം നമ്മളിത് തീ ഒരുപാട് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ വെന്ത് കിട്ടുകയും വേണം. അതുകൊണ്ട് നമുക്ക് നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന മീൻ ഈ വാഴയിലയുടെ മണ്ടയ്ക്കോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ 4 സൈഡിൽ നിന്ന് വാഴയില ഒന്ന് മടക്കി ഒരു പാത്രം കൊണ്ട് അടച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത്, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളിലൊട്ടും വേഗത്തുമില്ല. അപ്പം നമുക്കിതൊരു 10-40 മിനിറ്റ് എടുത്ത് വേണം, നമ്മൾ 40-45 മിനിറ്റ് കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം എടുത്ത് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ഒന്ന് ഇതായതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ മറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. എനിക്ക് ചെറിയ പനിയുടെ അതൊക്കെ ഉണ്ട് കേട്ടോ, അത് സൗണ്ടിലൊക്കെ വലിയ വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് വീണ്ടും ഒരു 10-15 മിനിറ്റ് 10 മിനിറ്റ് 8 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് തിരിച്ചും മറച്ചും ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ വെന്ത് കിട്ടണം. ഒട്ടും തന്നെ അരപ്പിൻ്റെ പച്ചമണം എല്ലാം മാറി മീനൊക്കെ നല്ലപോലെ വെന്ത് ആ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് എല്ലാം കൂടെ ആകുമ്പോൾ ഒരു മണവും ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ മീൻ ഇതുപോലെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പുളിയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടം. അതിൻ്റെ ഇങ്ങനെ കഴിക്കുന്നേക്കാൾ ഇഷ്ടം ഈ ഇല ഒന്നിങ്ങനെ അടിച്ച് നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇത് ഇനി മാറ്റി വയ്ക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയെടുത്തതിന് ശേഷം
ആ ഇലയിലൊക്കെ ഇച്ചിരി പറ്റി പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് അത് കഴിക്കുന്ന ഇഷ്ടമാണ് കേട്ടോ. അത് നിങ്ങൾ ഇനി എന്നെ കളിയാക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് കഴിച്ചപ്പോൾ അങ്ങ് വീഡിയോ എടുത്ത് മോളിരുന്നുണ്ട്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ കഴിച്ച് നോക്കുക. അപ്പോൾ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി തന്നെ ചേർക്കാൻ നോക്കുക. കാന്താരി ഇച്ചിരി കുറവായതുകൊണ്ടാണ് ഞാൻ പച്ചമുളകും കൂടെ ചേർത്തത്. അടിപൊളിയായിട്ടുള്ള നമ്മുടെ പുളിയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.